അസ്സലാമു അലൈക്കും. അങ്ങനെ അബൂ സുഫിയാൻ സഫ്രാനിലെത്തുകയാണ്. ആ ഒരു രംഗം ഇവിടെ വൈദ്യർ വർണ്ണിക്കുന്നത് ഇതാണ്. ബുരയുന്നബ് സുഫിയാനും തൻ മലവാർ നെടികളുമായി ഉളരി ക്ഷാമം വിടലായി നടവലിയായി ഭയങ്കരമായി ബെരുംപാതയിൽ ബിനിയാർ നബിയായെയും അരികോരയും തരമായി ഭക്ഷിയാനതിൽ അനിവേശിത്തും ദിശയാരിലും യുധമായി കരുതിവാത് സഫ്റാമെത്തി പരചോദിത്തി വീട കണ്ട് മദിനിയർ ആരാനും ഉണ്ടോ വരെ വീടാൻ ഇരുസാബുകൾ നടിൽ ഏറി തരീക്കിൽ വരയെ വീടാം ഇരുപൂരണ്ടിലാനകലം ഒരേ വാർത്താവ് ചെവീടാൽ. അബൂ സുഫിയാൻ സഫ്രാൻ്റെ തിരി ചോദിച്ചു, ഇവിടെ മദീനക്കാരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഒരു ഒട്ടകപ്പുറത്ത് 2 ആൾ ഇവിടെ നിന്നിരുന്നു. എവിടെയെന്ന് ചോദിച്ചു. ആ ഭാഗത്താണെന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലിയാണ് അബൂ സുഫിയാനും കൂട്ടരും. ഇരിഷാബുകൾ നടിൽ ഏറി തരീക്കിൽ വരയെ വീടാം ഇരുപോരണ്ടിലാനകലം ഒരേ വാർത്താവ് വീടാൽ ചെവിത്തി പിറൈ ബഷിയിൽ ബുഹത്തൊത്തെ വളം നാളറുത്തേ ചതിയാർ മുഹമ്മദൻ തോളകർ കത് ജാവുയിതത്തേ. അവരങ്ങനെ തന്നെ ഒട്ടകത്തിൻ്റെ ലേപനമൊക്കെ ഉണ്ട്. വളം ചാണകം നോക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മദീനക്കാരുടെ ഒട്ടകമെന്ന് മനസ്സിലായി. ആ സ്ഥലത്ത് പോയിട്ട് അവർ ചാണകം നോക്കി. അബൂ സുഫിയാൻ ഉരത്ത് ഹബൽ നദം ഉണ്ട് ഞാൻ ഉരത്ത്. അബൂ സുഫിയാനും പിന്നെ അതിൽ ചെക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. റംദം മുന്നേ പോകുന്നതാണ്. റംദം അതിൽ ചെക്ക് ചെയ്യാൻ ലേബറേറ്റ് ടെക്നീഷ്യനൊക്കെ ഉണ്ട്, ടെക്നീഷ്യനൊക്കെ ഉണ്ടായില്ല. അവർ വാചകം പലരും അബൂ സുഫിയാൻ അപ്പോൾ ഉരത്ത് അതിനായുള്ള ബലാനതിനകം എന്ന് ഞാൻ ഉരത്തേ കവൽ ജാസൂസൈ പിടിച്ചിട്ടറിന്തവർ അത് ശരിയാം അപ്പാരിയായവൻ റമലമിൽ ചപ്പി അബൂ സുഫിയാൻ ഒരാൾ അഹമ്മദ് വരും നാവിവരം മക്ക അണർവാൻ പുതികൈ കോലി ചുറും പൊൻ മിശിക്കാൽ ക്ഷണം ഉളർവാൻ. ഖസൂസ് എന്നതിൽ ചെക്ക് ചെയ്യുന്ന ആളെ വിട്ട് പറഞ്ഞ് അവന് ശരിയാണെന്നാണ്. അപ്പോൾ റംലം വന്ന ഒരാളുണ്ട്. മുൻപ് പോയിട്ട് എക്സ്പോർട്ടൊക്കെ പോകുന്നില്ല, മന്ത്രി വരുമ്പോൾ പോലീസ് വരും, അങ്ങനത്തെ ഒരുത്തുണ്ട്. അവനെ വിളിച്ചു. അവന് ഉടനെ തന്നെ 20 സ്വർണ്ണ നാണയമാണ് കൂലി കൊടുത്ത് പെട്ടെന്ന് പോയിട്ട് മക്കത്ത് അഹമ്മദ് വരുന്നതെന്ന് വിവരം പറയണം അബൂജാലിനോടൊന്നും പറഞ്ഞ് കൂലി അപ്പം തന്നെ 20 അതാണ് കൂലി. ഇഷ്റോൻ മിശിക്കാൽ ക്ഷണം വളർവായി. ഈ സംഭവം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ആൾക്കാർ ഈ പാട്ട് വേണം ഉടരി റംദാമൊക്കെ പാടുന്നത്. അവൻ റംദാം ഇവിടുന്ന് പുറപ്പെടാൻ സമയത്തിൻ്റെ മുമ്പ് 3 ദിവസം മുമ്പേ 3 ദിവസം വേണം അങ്ങോട്ട് എത്താൻ. ഒറ്റപ്പുറത്തില്ല, അന്ന് റോഡൊന്നും ഇല്ലല്ലോ, പള്ളിയിലെ റോഡ്. അപ്പോൾ അവിടുന്ന് റംലമിനെ വിട്ടു. ഇതാണ് അത്തീക്ക റസൂലിൻ്റെ അമ്മായി സ്വപ്നം കാണുന്ന രംഗം. ഇവരെല്ലാവരും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഏതാ പാട്ടെന്നറിയോ?
ഉളരിടയിലാം മുന്നക ഏറി നടക്കുന്നേ ഉമ്മൽ കൂറവില്ലാണയും മുണ്ട് ദിനമുന്നേ തെളിവറിനെ ബിക്കമ്മത്തായെ അധികവും മാത്താം തെറികോയിൽ തന്നിൽ കണ്ടാൽ ഏകമാനാമ് താൻ. റസൂലിൻ്റെ അമ്മായി ആത്തിക്ക നാൾ സ്വപ്നം കാണാണ്. ലംലം ഒരു ഷാമെന്നൊരു ഒട്ടകം വരുന്നുണ്ട്, അത് എന്നും പറഞ്ഞിട്ട് സ്വപ്നത്തിൽ കാണുകയാണ് 3 ദിവസം മുമ്പേ. അതന്നെ എത്തുന്നതിൻ്റെ 3 ദിവസം മുമ്പേ ആണ്. പൊളമാൻഹായിറാനാക്കി ഇനാവ് കണ്ടങ്കുളർന്നാളെ പകലില്ല ബാസൈവേരുത്തി ചേത് മോളിന്താളെ കുളർമക്കാനിയേ യൂരിലുള്ളേരാവർക്ക് കുല്ലിൽ വലിയ പാലാൽ വരുന്നുണ്ട് രാജക്ക്. ഗ്രാമിൻ്റെ രഹസ്യം ആങ്ങള അബ്ബാസ് എളാപ്പാട് വിവരം രാവിലെ തന്നെ വരുത്തി പറയുകയാണ് ആത്തിക്ക. അപ്പോൾ പറഞ്ഞു, നീ ഈ കാര്യം ആരോടും പറയരുത്, ഇത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ടും കുരുത്തക്കേടും എല്ലാം ഇവിടെ ബലാൽ വന്നിറങ്ങാൻ പോകുന്നുണ്ട്, നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞു. ആത്തിക്കാട് പെങ്ങളോട് പറഞ്ഞു, ആങ്ങള കുല്ലിൽ വലിയ ബലാൽ വരുന്നുണ്ട്, രാഷക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബലാൽ ഇവിടെ ഇറങ്ങാൻ പോവാണ്, അത് നീയുണ്ട്, നീ ആരോടും ഈ സ്വപ്നത്തിൻ്റെ വാക്യം പറയുന്നു. അവർ ആസീം കുടുംബത്തിൽപ്പെട്ടല്ലേ, അവർക്ക് സ്വപ്നം കാണാനും അവരുടെ അത് ശരിയാവാനും വഴിയുണ്ട്. ഒരു കനവിൻ മള്ളയിരി. എന്നിട്ട് പറയാണ്, ശക്കിൽ കണ്ടനൂരു കനവ് മള്ളയിലി ചപണ്ടോരൊട്ടേകം എറി നിണ്ടി ബാത്ത് ആയി. ചാമെന്നൊരു ഒട്ടകം വരുന്നുണ്ട് ഇവിടേക്ക്. ലംലം എന്നൊരു ഒരുത്തനെയും ചുമന്നുകൊണ്ട് വരുന്നത്, നമുക്ക് ബലാൽ വരാൻ പോകുന്നുണ്ട് മക്കാർക്ക് എന്നുള്ള അനിക്കത്തിൽ നീലാവാടകം തീതന്നസത്താൽ സിദ്ധത്ത് സയ്യത്താൽ കര നദിയമ്പകത്താൽ ഒക്കത്തിൽ മുങ്കേലെ തള്ളിയിടുന്ന മക്കം കൊള്ള പൺപിറുവ്യാരൽ ഊത ഉമൈക്ക് എല്ലാം ബലാൽ. മക്കാർക്ക് എല്ലാവർക്കും ബലാൽ വരാൻ പോകുന്ന സ്വപ്നം കണ്ടത് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞു ആങ്ങള. അക്കുവൽക്കുള്ള ജനങ്ങൾ അങ്ങനെ ഒരുത്തൻ ഉദറാം. അക്കൂവൽക്കുള്ള ജനങ്ങൾ കേട്ടോടിച്ചെണ്ടൂടൈ അവിടം വീട്ടോട്ടകാരൻ അപ്പോൾ നടന്നൂരൈ. നടന്ന് കാപത്തിൻ പൂക്ക് മുൻചൊന്നെ പോലുറ്റാൻ നാക്കത്തായി മോദീതാൻ മറത്തൈനി എന്നും ചാറ്റാൻ. നടന്ന് അന്ന് കാപത്തിൻ്റെ അവിടെയൊക്കെ 1500 വർഷം മുമ്പേ കേട്ടോ. അന്ന് അവിടെയൊക്കെ വെറും കുന്നുമലയായിരുന്നു. അതിൻ്റെ മുകളിലൊരു കുന്നിൻ്റെ മേളിൽ കയറി നിന്നിട്ട് അവൻ വിളിച്ചു പറയാണ്, ലംലം എന്ന് പറയാം. കാപത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വിളിച്ചു പറയാണ്, മോദീതാൻ മറത്തേ. ഉടനെ ജബൽ ഖുബൈസേറി അട്ടാതി തോതിയേ ൂക്കന്നാവീന്നോ രാജർ ഇങ്ക് ഉരുട്ടിയേ.
സ്വപ്നം കാണുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കയറി നിന്നിട്ട് വലിയൊരു കല്ലുണ്ട് ഉരുത്തി വിടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. കടുപ്പമ്മ കല്ല് പൊട്ടി കീറി ചിഹ്നം ചിതറിയേ കണ്ടോരെ കണ്ടം ഈ വീടുകൾക്കൊക്കെ പറ്റിയേ. സ്വപ്നത്തിലാണ് വലിയൊരു പാറക്കല്ല് ഉരുട്ടി ഇങ്ങോട്ട് താഴത്തേക്ക് വിടാണ്. മേലെ കയറി നിന്നിട്ട് എല്ലാം ചിന്നി ചിതറിയിട്ട് മക്കത്തില്ല എല്ലാ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തുകയാണ് ആ കല്ല്. അതാണ് സ്വപ്നം. കടക്കാൻ ഹൈറാം തന്നിൽ ഞെട്ടി ഉണർന്നാനേ. അപ്പോഴാണ് അവർ ഞെട്ടി ഉണരുന്നത് തീകമ്മ. അങ്ങനെ ഇത് അബ്ബാസ് എന്നവരോട് കേട്ടുരത്ത് വിരുത്തിതാൻ. അബ്ബാസ് എന്നവരോട് എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുകയാണ് ആ തീക്ക്. അങ്ങനെ സംഭവം ഉണ്ടായി. അബ്ബാസ് എന്നവർ പറഞ്ഞാൽ നീ ആരോടും പറയണ്ട, ഇത് ഇവർക്ക് വരുന്ന ബലാലാണ്. കനബീദിൻ അബ്ബാസായി കേട്ടു രുത്തി വിരുത്തിതാൻ. പിരിനി കണ്ടേകീനവാ ഫലമേ ബിരിതമക്കാസോ ആജാ ഓർ കുള്ളബലാമേ. മക്കത്തുള്ള കുറേശ്ശിയും പൈസക്കാർക്കും ഉള്ള ബലാലാണ് വരുന്നതെന്ന് അബ്ബാസ് എന്നവർ പറഞ്ഞു. അതുകൊണ്ട് ഇനി ആരോടും പറയല്ലേ എന്ന് അബ്ബാസ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അബ്ബാസ് എന്നവർ പറഞ്ഞു കൊടുക്കുകയാണ് അത് ഇനി ആരോടും പറയണ്ട, കഥകൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പുലരും ദിനം കലയിലെ ശ്രദ്ധിച്ചീകോൾ ഉരത്താർ അബ്ബാസ് ഹരി തൻ്റെ സുഹീലിൽ പോയി. ദിനം ഒരു ദിവസം വരും. അങ്ങനെ അബ്ബാസ് എന്നവർ മൂപ്പരുടെ പണിക്ക് പോവുകയാണ്. മൂപ്പരുടെ പണിക്ക് പോയി രാവിലെ. പുലരും ദിനം കലീലിൽ ശ്രദ്ധിച്ച് ഇതെല്ലാം പുലരുന്നൊരു ദിവസം വരും, നീ ശ്രദ്ധിച്ചിരുന്നോ എന്ന് പറഞ്ഞ് അബ്ബാസ് ഉളരി തൻ സുഹൈലിൽ പോയേ എന്ന് പറഞ്ഞാൽ അവരുടെ പണിക്ക് പോയെന്ന്. ഉറ്റേ തൻ സായി വരീത കണ്ട് വഴിക്കേലായി. ഏറ്റവും വലിയൊരു കൂട്ടുകാരനുണ്ട് വലീദ് എന്ന് പറഞ്ഞിട്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരൻ. അപ്പം മൂപ്പര് ചോദിച്ച് എന്താണ് ഒരു മൂടില്ലാത്ത, സാധാരണ കാണുന്ന പോലല്ലോ എന്നെ കാണുന്നു എന്നും പറഞ്ഞിട്ട് അബ്ബാസ് എന്നവരോട് പറഞ്ഞ് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതല്ല എന്താ ഉണ്ടെന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഈ സംഗതി ആരോടും പറയുന്നത് പെങ്ങളോട് പറഞ്ഞു. മൂപ്പര് തന്നെ ആദ്യം പറഞ്ഞു പറയുകയാണ്. ആരോടാ പറയണമെന്നറിയും. ഈ ജാഹിലിൻ്റെ കൂട്ടത്തിലേക്ക് ന്യൂസ് എത്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എൻ്റെ വാപ്പ, എൻ്റെ വലീദ്. അപ്പോൾ അവനോടാണ് ഈ പറയണത്. അതാണ് ഉറ്റേ തൻ സാഹിബാലിതെ കണ്ട് വഴിക്കേരായി കരുത്തിൽ വീരുത്തി താൻ എൻ്റൊട്ട് സത്യം ജയിച്ച് കണ്ടകിനാവിൻ്റെ വാർത്ത കുല്ലും അറിയിച്ച്. അത്തീക പറയണത് നന്നായിട്ട് മൂപ്പര് അബ്ബാസ് എന്നൊരു നല്ല തുണക്കാരനോടാണ് പറഞ്ഞു കൊടുത്തു. ആരോടും പറയരുത് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് അവനെ കൊണ്ട് സത്യമൊക്കെ ചെയ്യിച്ചു. എന്ത് സത്യം? അതാണ് ബിരുത്തി കേട്ടുറ്റ് സത്യം ചെയ്യിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര സത്യമൊക്കെ ചെയ്യിച്ച്. മൂപ്പരത് ചെയ്ത് എന്നറിയോ? അത് കിട്ടിയ വൈക്ക് തന്നെ മൂപ്പാട് ആപ്പാട് പോയിട്ടാണ്. അറിവത് കിട്ടി വീരീന്താവൻ അബുതബത്തോടറിയിച്ച് അവൻ ഉപൈതത്തിലൂരത്താനെ അവലോ സ്നേഹം പെരുറബിയത്തിൽ തീരിത്താനേ. അവൻ ചെന്നിട്ട് നേരെ ഉത്തുബത്തോട് അറിയിച്ചു. അവൻ ചെന്നിട്ട് നേരെ ഉബൈദത്തിനോട് പറഞ്ഞു. ഉബൈദത്ത് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറിയുടെ ആൾക്കാരാണ്. അബൂജാലിൻ്റെ ഒറ്റ വരം കൈയാണ്. അതാണ് അവൻ ഉബൈദത്തിൽ ഇവൻ്റെ വാപ്പ എന്നിട്ട് ഉത്തുബത്ത് എന്നിട്ട് ഉബൈദത്തിനോട് പറഞ്ഞു അവരോ സ്നേഹം പെരുറബിയത്തിൽ തീർത്താൻ. എല്ലാ സ്നേഹം കൂടി
അബൂജാലിരിക്കണ ആ സദസ്സിൽ കണ്ടെത്തിച്ചു. അതാണ് ഇവിടെ പറയുന്നത് വൈദ്യർ. അവനുപൈരത്തിലൂരത്താന് അവലോ സ്നേഹം പെരുറബിയാത്തിൽ തീരിത്താനേ തെറിപകമേത്തോൻ ആവൻ ചെണ്ട് അബുജഹലോട് ഈ കഥ വീണ്ട് തെരിക അവൻ താനേളും താനെ കുറേശികൾ അനതിൽ പരസ്യമായിട്ടറിന്താനേ. അങ്ങനാണ്ട് രഹസ്യത്തിൻ്റെ സ്വപ്നം പരസ്യമായത് അബൂജാൽ ഇത് കേട്ട വൈക്ക് അവിടെ നിന്നാണ് നീച്ചു എന്നാണ് പറഞ്ഞത്. സംഘമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാബത്തിൻ്റെ ചുറ്റുവട്ടത്ത് അവർക്ക് ഇരിക്കലാന്ന് പണി. ഇവർ പൈസക്കാരുണ്ട് കുറേ ആൾക്കാരൊക്കെ. അവിടെ നിന്നാണ് നീച്ചിട്ട് ഇപ്പം പറയണം, അബൂജാൽ പറയണേ, കുറേ പേര് നബിയാന്നും പറഞ്ഞ വരുത്തി അവനെ വിട്ടു നാട് കടത്തി. ഇപ്പം ഇവരുടെ കുടുംബക്കാർ ഇതന്നെ ഒരു പണിയായിട്ട് ഇങ്ങനെ നടക്കുക. നമ്മളെ അടുത്ത് ഇപ്പോൾ നടക്കുമോ? നമ്മൾ ജീവിച്ചുള്ള കാലം മുഴുവൻ. അതാണ് നമ്മുടെ വൈദ്യർ പറഞ്ഞ കുറയ മുഹമ്മദ് നബിയൻ്റെ ശ്രുതികൾ ഉന്നും സബാബാലി ഉപലമ വീട്ട് കാടത്തീയെ അത് മുതൽ അഹ്ലോർ ചിലരുകളിപ്പോൾ തൂടുത്തീയെ എറിയത് അബ്ദുൽ മുത്താലിബിൻ ബനികളിലെത്തി നീനത്തുള്ള ബിരുദുകളിപ്പോൾ നാടകൂമോ നമ്മുതുടതടിയിൽ ഉയരതെനിക്ക് ആയേക്കൂമോ. അബൂജാൽ പറയണേ, അബ്ദുൽ മുത്തലിബിൻ്റെ പെണ്ണുങ്ങളുടെ തരികടപ്പം നമ്മളിവിടെ ഇരിക്കണ ജീവനുള്ള കാലം നടക്കുമോ? അതാണ് അബ്ദുൽ മുത്തലിബ് ബനികളിലെത്തി നീനത്തുള്ള ബിരുദുകളിപ്പോൾ നടക്കുമോ നമതുടതടിയിൽ ഉയരതെനിക്ക് ആയേക്കൂമോ. അബൂജഹലിപ്പോൾ വാരവന്നം പതിവുകളാക്കി പറഞ്ഞേക്കും നുടവിറ്റേ ദീനമായ പുലരുവനബ്ബാസവർഗാബത്തോടാണവായേ അത് ചെയ്യാൻ കാടന്തപ്പോൾ അബുൽഹക്കും ആരീകോരും അബൂൽ ഹക്ക് എന്ന് പറയുന്ന അബൂജാലിൻ്റെ പേരാണ്. സബസുരട്ടങ്കീരി പോര കനപുട്ട കഥകൾ തരമതി ചൊല്ലി തീരിപ്പാരോ. അബ്ബാസെന്നവരും ഒന്നും അറിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ദവാബ് ചെയ്യാൻ വന്നപ്പോൾ ഇവർ ഇതിൻ്റെ കഥ ഇങ്ങനെ ഇന്ന് ചിരിക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെയും പുറമെ പറയാണ്, കിമറുമികത്തോനാബാസോരെ ദർശനം ചെയ്ത് വീളി തുറ്റ് കർമ്മതവാബും കാഴിന്തിങ്കെ റജിയിൽ വരുമോ രാമുരൈ അബ്ബാസൂളർ തങ്കെ സബപ്രവർത്തി മൂടിത്താവർ മാടങ്കിലയാടൂത്തണ്ട് സമയമിൽ ദുഷ്ടൻ ജഹലിബിൻ്റെ ഒരു പുതുമാ കഥയത് കേൾപ്പാൻ ഈളീത്തേൻ്റെ. എന്താ മനസ്സിലായി? ഖിബർ വഹിച്ചോം അബ്ബാസുകാരെ വിളിച്ചും തവാബ് ചെയ്തിരുന്ന് വരി ഒരു പുതിയ കഥ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്നും പറഞ്ഞിട്ട് അവരെയാണ്. അബ്ബാസുകാരൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം കാബൻ തവാബിൽ കഴിഞ്ഞ് അവിടെ വന്ന് ഇരുത്തി അവിടെ നിന്നിട്ട് ഇരുന്ന് അബ്ബാസിൻ്റെ ഓട് കഥകൾ പറ്റിയിട്ട് സ്വപ്നത്തെ കാലം മൂപ്പരോട് പറഞ്ഞു കൊടുക്കുക. മൂപ്പർക്ക് ദേഷ്യം വരാനും എടുക്കലും പോകണം. ഇതേ അടുത്തൻ്റെ സമയമിൽ ദുഷ്ടഞ്ചാലുവിൻ്റെ ഒരു പുതുമാ കഥയത് കേൾപ്പ പീളിത്തൻ്റെ. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ പറഞ്ഞുതരാം.